ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദേവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഓർമ്മിക്കുക, ഭൂമിയിൽ നിന്നുയർന്ന് സ്വർഗത്തെ തൊട്ടുനിൽക്കുന്ന ഗോവണിയാണ് പരിശുദ്ധ കന്യകാമറിയം. അവളിലൂടെ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി. അവളിലൂടെ മനുഷ്യമക്കൾ സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. യാക്കോബ് കണ്ടതും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ മുട്ടി നിൽക്കുന്നതുമായ ഗോവണിയിൽ സഭാപിതാക്കന്മാർ മറിയത്തിന്റെ പ്രതിരൂപം കണ്ടു. ആ ഗോവണിയുടെ പടികളിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു. അതിന്റെ മുകളിൽ കർത്താവ് തന്നെ ചാരിക്കിടക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ അത്തനാസിയൂസ് പ്രഘോഷിക്കുന്നു, അമ്മേ, അങ്ങ് കൃപ നിറഞ്ഞവളാണ്. ഞങ്ങൾക്കങ്ങ് രക്ഷയുടെ മാർഗമാണ്. സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയാണ്. വിശുദ്ധ പീറ്റർ ഡാമിയന്റെ വാക്കുകൾ. ഗോവണിയാകുന്ന പരിശുദ്ധ കന്യകാമറിയം വഴി മാത്രമേ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമാകൂ. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതും അവളിലൂടെ തന്നെ. പരിശുദ്ധ കന്യകാമറിയം ദൈവകൃപ നിറഞ്ഞവളായിരിക്കുകയാൽ അവൾ പറുദീസയുടെ ഗോവണിയും ലോകത്തിന്റെ അഭിഭാഷകയും ദൈവത്തിന് മുമ്പിൽ മനുഷ്യരുടെ മധ്യസ്ഥയുമാണ്. മറിയം ഗോവണി മാത്രമല്ല, സ്വർഗരഥവും സ്വർഗ കവാടവും കൂടിയാണ്. ലോകത്തിന്റെ എല്ലാ സ്പന്ദനവും തൊട്ടറിയുന്ന പരിശുദ്ധ മറിയത്തെ കൂടാതെ ഒന്നും സാധ്യമല്ല എന്ന തിരിച്ചറിവും ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം ആവശ്യമാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മാറിൽ ചേർത്തണച്ച് സ്നേഹചുംബനം നൽകിടും മേരി മാതാവേ, കൈക്കുമ്പിളിൽ എന്നെടുത്ത് നിന്റെ മാറിൽ ചേർത്തണച്ച് സ്നേഹചുംബനം നൽകിടും മേരി മാതാവേ.
മക്കളെ